നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുംഭത്തിൽ അങ്കക്കലി നടക്കുകയാണ്. ചൊവ്വയും രാഹുവും ഒരേ രാശിയിൽ എത്തിയിരിക്കുകയാണ്. കുംഭത്തിലെ അങ്കക്കലി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. ഇപ്പോൾ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ജ്യോതിഷപരമായിട്ടുള്ള ഈ ചൊവ്വയുടെയും രാഹുവിന്റെയും സംയോഗം കൂടി എത്തുമ്പോൾ അത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ, സ്ഥിതിഗതികൾ ശാന്തമാക്കാനായിട്ട് പ്രാർത്ഥനയിലൂടെ ചെയ്യാൻ പറ്റും. സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നാം ചെയ്യേണ്ട, സാധാരണ പൗരന്മാർ ചെയ്യേണ്ട ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കടക്കാം. ചൊവ്വയുടെയും രാഹുവിന്റെയും സംയോഗം കുംഭം രാശിയിൽ സംഭവിച്ചിരിക്കുകയാണ്. 2026 ഫെബ്രുവരി 23 മുതൽ ഏപ്രിൽ മാസം 2 വരെയാണ് ചൊവ്വയും രാഹുവും ഒന്നിച്ച് കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. ആകാശമണ്ഡലത്തിൽ ഇപ്പോൾ അഗ്നി പരീക്ഷ നടക്കുകയാണ്. കുംഭം രാശിയിൽ 2 പ്രബല ഗ്രഹങ്ങൾ തമ്മിൽ മുഖാമുഖം മത്സരിച്ച് നിൽക്കുകയാണ്. ഒരു വശത്ത് സംഹാരരുദ്രനായിട്ടുള്ള കുജനും അഥവാ ചൊവ്വയും, മറുവശത്ത് അമിത വേഗിയായ പാപഗ്രഹമായ രാഹുവുമാണ് നിൽക്കുന്നത്. മാർച്ച് 13 ഇവരുടെ സമാഗമം അതിന്റെ പൂർണ്ണതയിലെത്തിയത്. രാഹു ആകട്ടെ ചൊവ്വയുടെ അഗ്നിയെ ജ്വലിപ്പിക്കുന്ന ഗ്രഹമാണ്. എന്നാൽ വരാചക്ര തത്വമനുസരിച്ച് ഈ ചൊവ്വയും രാഹുവുമായിട്ടുള്ള ബന്ധം ചൊവ്വയ്ക്ക് സ്തംഭനം ഉണ്ടാക്കുന്നു. അതായത് ഒരു വശത്ത് ഉള്ളിൽ കത്തുന്ന അമിതമായിട്ടുള്ള ദേഷ്യവും അസ്വസ്ഥതയും, മറുവശത്താകട്ടെ കർമ്മപദത്തിൽ അനുഭവപ്പെടുന്ന തടസ്സങ്ങളും. ഇതാണ് ഇതിന്റെ ഫലം. പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിയാത്ത ഒരവസ്ഥ. ഇതാണ് ഈ സംയോഗത്തിന്റെ പ്രത്യേകത. ഉഗ്രവീരം മഹാവിഷ്ണു, ജ്വലന്തം സർവതോന്മുഖം, നൃസിംഹം ഭീഷണം ഭദ്രം, മൃത്യും നമാമ്യഹം. ഈ തീഷ്ണതയൊക്കെ അതിജീവിക്കാൻ വഴിയായിട്ട് നമ്മളുടെ ഭാരതീയ ശാസ്ത്രങ്ങൾ കാട്ടിത്തരുന്നത് ഉഗ്രമൂർത്തികളെ തന്നെയാണ്. അതിനായിട്ട് ഹിരണ്യകശുവിന്റെ വക്ഷസ് പിളർന്ന നരസിംഹമൂർത്തിയും മഹിഷാസുരമർദ്ദിനിയായ ദുർഗയെയും നമുക്ക് അഭയം പ്രാപിക്കാവുന്നതാണ്. നരസിംഹമൂർത്തിയും ദുർഗയും ഒക്കെ ഈ ഗ്രഹയോഗത്തിന്റെ പ്രതീകങ്ങളായിട്ട് നമുക്ക് കരുതാം. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരമാകുന്ന ഹിരണ്യകശുപിനെ തകർക്കാൻ ഈ കാലഘട്ടം നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലായി കണക്കാക്കാം. കുംഭം രാശിതൻ മുറ്റത്തൊരംഗം കുറിച്ചിത, അങ്കാരകനും കൂടെ രാഹുവും അതാ ചേരുന്നു. ഉള്ളിലെരിയും കനലായി ജ്വലിക്കവേ കർമ്മപദങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നു. ഭയമല്ല വേണ്ടത്, ഭക്തിതൻ ദീപ്തിയിൽ ഭാവമാറ്റത്തിന്റെ പാത തേടിയിടുക. ക്രൂരരൂപങ്ങളുടെ പിന്നിലെ കാരുണ്യം നരസിംഹമൂർത്തിയായി, ദുർഗാദേവിയായി ഉള്ളിൽ തെളിയട്ടെ. ദൈവരൂപത്തിന്റെ ഉഗ്രമൂർത്തികളെ ആരാധിക്കുന്നത് ഭയത്തോടുകൂടിയല്ല, മറിച്ച് മാറ്റത്തോടുകൂടിയുള്ള ബഹുമാനത്തോടുകൂടിയാകണം. അങ്ങനെ വരുമ്പോൾ അത് ഫലപ്രാപ്തി ലഭിക്കുന്നതിന് സഹായിക്കും. നമ്മുടെ ഉള്ളിലെ പഴയ അനാവശ്യ ചിന്തകളെയും സംസ്കാരങ്ങളെയും ദുർഗുണങ്ങളെയും എരിച്ചു കളഞ്ഞ് ശുദ്ധീകരിക്കാനുള്ള അവസരമായി ഇതിനെ കരുതുക. ഈ തീഷ്ണമായിട്ടുള്ള ഊർജത്തെ പോസിറ്റീവ് എനർജിയായി മാറ്റുവാൻ, അനുകൂല ഊർജമായി മാറ്റുവാൻ നരസിംഹ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ്. ഈ തീവ്രതകളെ പരിവർത്തനത്തിനുള്ള കരുത്തായി നമുക്ക് മാറ്റിയെടുക്കാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ചൊവ്വ ഇപ്പോൾ കുംഭം രാശിയിലാണ്. അവിടെയാണ് രാഹുവും ചൊവ്വയും തമ്മിലുള്ള സംയോഗം നടക്കുന്നത്. ഏപ്രിൽ മാസം 2-ാം തീയതി ചൊവ്വ വീണ്ടും മീനം രാശിയിലേക്ക് കടക്കും. അവിടെ ചൊവ്വയെ കാത്ത് ചൊവ്വയുടെ ഏറ്റവും വലിയ ശത്രുഗ്രഹമായിട്ടുള്ള ശനിയും അവിടെ ഉണ്ടാകും. ശനി കുജയോഗം എന്നത് അഗ്നിമാരുത യോഗമാണ്. യുദ്ധത്തിന്റെ കാഠിന്യം വർദ്ധിക്കുമോ? യുദ്ധത്തിന്റെ സ്ഥിതി എങ്ങനെയാകും? ലോകത്ത് അശാന്തി വീണ്ടും നിഴലിക്കുമോ? അതോടെ കെട്ടടങ്ങുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിക്കാം. ചൊവ്വയുടെ ഇപ്പോഴത്തെ കുംഭം രാശിയിലെ സ്ഥിതിയും രാഹുവുമായിട്ടുള്ള ബന്ധവും അതിന്റെ പരിഹാരവുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിപാദിച്ചത്. മീനൻ രാശിയിലേക്ക് ചൊവ്വ കടക്കുന്നതിന്റെ ഫലങ്ങൾ മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കാം. എല്ലാവർക്കും സ്വസ്ഥതയും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. തീവ്രതകളെയും ദുഃഖങ്ങളെയും ഒക്കെ പരിവർത്തനത്തിന്റെ കാലഘട്ടമായി മനസ്സിൽ സങ്കല്പിച്ച് നമുക്ക് നേരിടാം. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ജ്യോതിഷ വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.